ഹായ് സ്റ്റുഡൻസ്, നവോദയ സൈനിക് സ്കൂൾ എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് പാർട്ട് 2 കോമൺ ഫാക്ടേഴ്സും മൾട്ടിപ്പിൾസും ആണ് എടുത്തത്. മൾട്ടിപ്പിൾസ് എന്താണെന്ന് ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു. ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മൂന്നാമത്തെ നമ്പറിനെയാണ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. 7 × 5 35, അല്ലെങ്കിൽ 35 മൾട്ടിപ്പിൾ ആണെന്ന് പറഞ്ഞു തന്നു. ഇനി മൾട്ടിപ്പിളിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഒന്ന്, മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ. ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് നമ്പർ. മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ, ആ നമ്പറിനേക്കാളും വലുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും. മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് നമ്പർ. ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. ഈ പ്രത്യേകതകളെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുവാൻ നമുക്ക് എളുപ്പമുണ്ട്, നന്നായിട്ട് ഹൃദയസ്ഥാക്കി വെക്കുവാണെങ്കിൽ. അപ്പം മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഈസ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് നമ്പർ. ആ നമ്പറിനോട് ഒന്നെങ്കിൽ ഈക്വൽ ആയിരിക്കാം, അതല്ലെങ്കിൽ അതിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കാം. ഇനി ഓരോ നമ്പറും ആ നമ്പറിൻ്റെ തന്നെ മൾട്ടിപ്പിൾ ആയിരിക്കും. അതാണ് മറ്റൊന്ന്. എവറി നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ് സെൽഫ്. 1 5s are 5, 1 8s are 8, 1 10s are 10. എവറി നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ് സെൽഫ്. അതിൻ്റെ തന്നെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും ഓരോ നമ്പറും. എല്ലാ നമ്പറും ആ നമ്പറിന് തന്നെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി എവറി നമ്പർ ഈസ് എക്സാക്റ്റ് ഡിവിസിബിൾ ബൈ ഇറ്റ് സെൽഫ്. എവറി മൾട്ടിപ്പിൾ, ഒരു നമ്പറിൻ്റെ എല്ലാ മൾട്ടിപ്പിളും, എവറി മൾട്ടിപ്പിൾ ഈസ് എക്സാക്റ്റ് ഡിവിസിബിൾ ബൈ ഇറ്റ് സെൽഫ്. ഒരു നമ്പറിൻ്റെ ഓരോ മൾട്ടിപ്പിളും എക്സാക്റ്റ് ഡിവിസിബിളാണ്. എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ ഇറ്റ് സെൽഫ്, അതിനെക്കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഡിവിസിബിൾ ബൈ ഇറ്റ് സെൽഫ് എവറി നമ്പർ. അതായത് ഒരു നമ്പറിൻ്റെ കുറേ മൾട്ടിപ്പിൾ ഉണ്ടാവുമല്ലോ, ആ മൾട്ടിപ്പിൾ ഓരോന്നും എക്സാക്റ്റായിട്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇനി എവറി മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ആർ ഇൻഫിനിറ്റ്. ഈ നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ്, അതായത് ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിളുകളുടെ എണ്ണം ഇൻഫിനിറ്റാണ്. നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് എ നമ്പർ ഈസ് ഇൻഫിനിറ്റ്. നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് എ നമ്പർ ഈസ് ഇൻഫിനിറ്റ്. ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിളുകളുടെ എണ്ണം ഇൻഫിനിറ്റ്, അസംഖ്യം മൾട്ടിപ്പിളുകൾ ഉണ്ടാകും. ഇതാണ് മൾട്ടിപ്പിൾസിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് 25ൻ്റെ മൾട്ടിപ്പിൾ അപ് ടു 100 വരെ എത്രയൊക്കെയാണെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ കേൾക്കുക. മൾട്ടിപ്പിൾ ഓഫ് 25. മൾട്ടിപ്പിൾ ഓഫ് 25 അപ് ടു 100 വരെയുള്ള 25ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 25, ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ 25, 50, 75, 100. ഇതാണ് മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി 10ൻ്റെ മൾട്ടിപ്പിൾ അപ് ടു 50 ആണെങ്കിലോ 10, 20, 30, 40, 50. അപ്പോൾ ഇതാണ് മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോമൺ മൾട്ടിപ്പിൾ എന്താണെന്ന് നോക്കാം. കോമൺ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം മൾട്ടിപ്പിൾ, അതായത് രണ്ട് നമ്പറിന് ഒരു നമ്പർ രണ്ടോ മൂന്നോ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആവുകയാണെങ്കിൽ, ഇഫ് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 or more, if a number is a multiple of 2 or more numbers, multiple of 2 or more numbers, if a number is a multiple of 2 or more numbers, it is known as a common multiple. അതിനെയാണ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ഒരു നമ്പർ രണ്ടതിലധികം നമ്പറുകളുടെ മൾട്ടിപ്പിൾ ആകാണ്, അതിനെയാണ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇനി കോമൺ മൾട്ടിപ്പിൾ, അതായത് 30, 35, 40. ഫൈൻഡ് ദ ഒരു എക്സാമ്പിൾ സഹിതം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എക്സാമ്പിൾ: ഫൈൻഡ് ദ കോമൺ മൾട്ടിപ്പിൾ ഓഫ് 30, 35, 40. 30, 35, 40. അപ്പം 30 6 × 5 30. പിന്നെ 7 × 5 30, 35. Then 8 × 5 40. അപ്പോൾ ഇവിടെ ഇതിൻ്റെ എല്ലാം കോമൺ ആയിട്ടൊരു
മൾട്ടിപ്പിൾ വരുന്നുണ്ട്. ഏതാണ്? 5. അപ്പം കോമൺ മൾട്ടിപ്പിൾ ഓഫ് 30, common multiple of 30, 35, 40. ഇതിൻ്റെ എല്ലാം കോമൺ മൾട്ടിപ്പിൾ എന്തായിരിക്കും? 5 ആണ് കോമൺ മൾട്ടിപ്പിളായിട്ട് വരുന്നത്. ഇവയുടെ എല്ലാം കോമൺ മൾട്ടിപ്പിളായിട്ട് വരുന്ന 5. ഇനി ഒരു കാര്യം കൂടി ഈ ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പ്രൈം ഫാക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. പ്രൈം ഫാക്ടേഴ്സ് അതായത് ഇപ്പം നമ്മൾ ഒരു ക്വാണ്ടിറ്റിയുടെ പ്രൈം ക്വാണ്ടിറ്റിയാണ്. ഒരു ക്വാണ്ടിറ്റിയുടെ പ്രൈം ക്വാണ്ടിറ്റിയാണ്. പ്രൈം ക്വാണ്ടിറ്റി ഓഫ് എ ക്വാണ്ടിറ്റി. Prime quantity of a quantity is termed as a prime factor. Prime quantity of a quantity is termed as prime factor. ഒരു ക്വാണ്ടിറ്റിയുടെ പ്രൈം ക്വാണ്ടിറ്റിയാണ് പ്രൈം ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി 30യുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഫാക്ടേഴ്സ് ഓഫ് 30. 30യുടെ ഫാക്ടേഴ്സ് ഓഫ് 30യുടെ ഫാക്ടേഴ്സ് അതിന് മുന്നേ ഒരു എക്സാമ്പിളിൻ്റെ അത് പറഞ്ഞതാണ്. 1 into 30, 2 into 15, then 3 into 10, then 6 into 5. ഇവിടെ എല്ലാം 1, 2, 3, 1, 2, 3, 5, 6, 10, 15, 30 ഇത്രയും ഇതിൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പം ഇത് ഇങ്ങനെ ക്വാണ്ടിറ്റി ഓഫ് ടൈം ആസ് എ പ്രൈം ഫാക്ടർ മാത്രമേ എന്തായിട്ട് വരുള്ളൂ? പ്രൈം ഫാക്ടറായിട്ട് വരുള്ളൂ. അപ്പോൾ ഇവിടെ പ്രൈം ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2, 3, 5 ഇത്രയാണ് പ്രൈം ഫാക്ടേഴ്സ്. നേരത്തെ ഞാൻ പ്രൈം നമ്പർ എന്താണെന്ന് പറഞ്ഞിട്ട് പ്രൈം ഫാക്ടേഴ്സ്. അപ്പോൾ ഇതാണ് ഫാക്ടറൈസേഷനിലൂടെ നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കൊണ്ട് ഈ ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ് എന്നുള്ളതിൻ്റെ ബേസിക് ആയിട്ട് ക്ലാസ് കഴിഞ്ഞു. ഇനി ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതിനെ സംബന്ധിച്ച് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസാണ് തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇതിനുള്ള പ്രിലിമിനറി ആയിട്ടുള്ള 3 പാർട്ടുകളും നന്നായിട്ട് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പിക്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ക്ലാസ് കൂടുതൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.